നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM റാന്നി ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമായ അലൻ മാത്യുവിനെതിരെ ഗുരുതരമായ പീഡന ആരോപണം ഉയർന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് CPMനെ പ്രതിസന്ധിയിലാക്കി. അതിജീവിത ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെ FIR ഇടാൻ പോലീസ് നിർബന്ധിതരായി. അതായത് അതുവരെ അത്തരത്തിലൊരു ആരോപണം ഉയർന്നിട്ടും ആരും അറിയാതെ മൂടി വെക്കുകയായിരുന്നു. ഇതൊന്നിപ്പോൾ ഒരു മാധ്യമങ്ങളും അത് ആഘോഷിക്കുന്നില്ല. ഒരു മാധ്യമങ്ങൾക്കും അതിജീവിതയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കേണ്ടതില്ല. ഇപ്പോൾ ഈ ഒരു അതിജീവിത ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടുകൂടി പോലീസിന് ഒരു നിവർത്തിയുമില്ലാതെയാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. ഇതോടെ ഒളിവിൽ പോയ അലൻ മാത്യുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നമ്മളൊന്ന് ആലോചിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടിയ CPMനെ സമാന രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഹുൽ കേസിൽ ഗർഭചിത്രം ആരോപിക്കപ്പെട്ടെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അലൻ മാത്യു കേസിൽ പ്രധാന ആരോപണവും ഗർഭചിത്രമാണ്. ഇതിന് തെളിവുണ്ട് താനും. വിവാഹമോചിതയായ തന്നേക്കാൾ മുതിർന്ന യുവതിയെ വിവാഹ വാഗ്ദാനം ചെയ്ത് അലൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് പരാതി. കഴിഞ്ഞ മാസം ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ പരാതി അന്വേഷണത്തിന് റാന്നി DYSPക്ക് കൈമാറിയിരുന്നു. പാർട്ടി പ്രതിസന്ധിയിലാകുമെന്ന് കണ്ട CPM ജില്ലാ സെക്രട്ടറി ഇടപെട്ട് കേസെടുക്കുന്നത് തടഞ്ഞുവെന്നാണ് ആക്ഷേപം. ഇതിനിടെ അതിജീവിത താനും അലനും ഒരുമിച്ചുള്ള ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. ഇരുവരും ഒന്നിച്ച് അലന്റെ വീട്ടിൽ നിൽക്കുന്നത് അടക്കമുള്ള ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിരുന്നു. തങ്ങൾ വിവാഹം കഴിക്കുമെന്നും യുവതി പറഞ്ഞിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചെന്നുമാണ് യുവതിയുടെ പരാതി. യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെ സംഭവം വിവാദമായി. അലനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി പാർട്ടി കൈ കഴുകാൻ ശ്രമിക്കുകയാണ്. തൃശൂരിൽ ജോലി ചെയ്തിരുന്ന യുവതിയുമായി നേരത്തെ പരിചയമുണ്ടായിരുന്ന അലൻ യുവതിയുടെ വിവാഹശേഷവും ബന്ധം തുടർന്നു. ഇതിനിടയിൽ ഭർത്താവുമായി പിരിഞ്ഞ യുവതി നാട്ടിലെത്തിയതോടെ ബന്ധം ശക്തമായി. നിയമപരമായി വിവാഹം കഴിക്കാനായി നോട്ടീസ് ബോർഡിൽ അപേക്ഷ വരെ സമർപ്പിച്ചിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് ചൂണ്ടിക്കാട്ടി അലൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. തന്നെ നിരന്തരമായി ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും ഗർഭിണിയായപ്പോൾ നിർബന്ധിച്ച് ഗർഭം അലസിപ്പിച്ചെന്നും യുവതി ജില്ലാ പോലീസ് സൂപ്രണ്ടിന് നൽകിയ പരാതിയിൽ പറയുന്നു. നീതി ലഭിക്കില്ലെന്ന ആശങ്കയിൽ യുവതി ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ അവസ്ഥ ഗുരുതരമാണെന്നാണ് വിവരം. ഇരുവരും ചേർന്നുള്ള സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതും വലിയ ചർച്ചയായിട്ടുണ്ട്. സംഭവം വിവാദമായതോടെ നാണക്കേട് ഒഴിവാക്കാൻ അലൻ മാത്യുവിനെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കി. സജീവമായ സമരമുഖങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന നേതാവ് തന്നെ പീഡനക്കേസിൽ കുടുങ്ങിയത് CPM ജില്ലാ നേതൃത്വത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേവലം ഒരു പീഡന ആരോപണമല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ യുവതിയെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തതിന്റെ നാൾവഴികളാണ് പുറത്തായിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ഗർഭിണിയാക്കുകയും പിന്നീട് കൈയൊഴിയുകയും ചെയ്തതോടെയാണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പീഡനം നടന്നത് പലയിടങ്ങളിലാണ്. തെളിവുകൾ ഇങ്ങനെ: 2024 ജൂൺ മാസത്തിന് ശേഷം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ യുവതി അലൻ തന്റെ ഗഗ 62A4070 നമ്പറുള്ള ഹോണ്ട അമേസ് കാറിൽ കയറ്റി കൊണ്ടുപോയി പലതവണ പീഡനത്തിനിരയാക്കി. 2025 മെയ് 18 കൊച്ചിയിലെ ഫ്രാൻസിസ് ഹെറിറ്റേജ് ഹോമിൽ വെച്ചും ജൂലൈ 8 വാഗമണിലെ I ലവ് വാഗമൺ റിസോർട്ടിൽ വെച്ചും യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചു. ഒടുവിൽ 2026 ജാനുവരി 1 പുതുവർഷ ദിനത്തിൽ ചങ്ങനാശ്ശേരി കരിവാറയ്ക്കൽ റെസ്റ്റോറന്റിൽ വെച്ചും അലൻ യുവതിയെ പീഡനത്തിനിരയാക്കി. ഈ പീഡന പരമ്പരയ്ക്കിടയിൽ യുവതി ഗർഭിണിയായതോടെ അലൻ മാത്യു തന്റെ തനി സ്വരൂപം പുറത്തെടുത്തു. വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയും ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തതോടെയാണ് യുവതി മരണത്തെക്കുറിച്ച് ചിന്തിച്ചത്. റാന്നി ഏരിയ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് പ്രസിഡന്റുമായ അലൻ മാത്യു സജീവ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെരുവിൽ സമരം നയിച്ച നേതാവ് തന്നെ ഇത്തരമൊരു ഹീനകൃത്യത്തിൽ അകപ്പെട്ടത് CPM ജില്ലാ നേതൃത്വത്തിന് വലിയ നാണക്കേടുണ്ടാക്കി. യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെയാണ് പാർട്ടി അലനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. മാങ്കൂട്ടത്തിനെതിരെ സമാനമായ പീഡന പരാതി ഉയർന്നപ്പോൾ CPMഉം DYFIയും ശക്തമായ സമരമാണ് നയിച്ചിരുന്നത്. രാഹുലിനെ കേസിൽ കുടുക്കി പോലീസ് കസ്റ്റഡിയിൽ ചീമുട്ട എറിഞ്ഞവരാണ് DYFIക്കാർ. ഇതിനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കിട്ടിയിരിക്കുന്നത്. റാന്നിയിൽ CPM നേതാവ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ പാർട്ടി തലത്തിലും ഒത്തുതീർപ്പിന് ശ്രമം നടന്നതായി അതിജീവിത അറിയിക്കുന്നു. CPM റാന്നി ഏരിയ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് പ്രസിഡന്റുമായ അലൻ മാത്യുവിനെതിരെയായിരുന്നു യുവതി പരാതി നൽകിയിരുന്നത്.
റാന്നിയിലെ പ്രമുഖ CPM നേതാവ് തന്നെ വിളിച്ചിരുന്നു. കല്യാണം നടത്തി തരാമെന്ന് പാർട്ടി ഉറപ്പ് നൽകിയിരുന്നു. റാന്നി DYSP ഓഫീസിൽ നൽകിയ പരാതി പിൻവലിക്കാൻ പോലീസിന്റെ സമ്മർദ്ദവും ഉണ്ടായി. ഫെബ്രുവരിയിലാണ് പരാതി നൽകിയത്. അലന്റെ വീട്ടുകാരുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കുവാൻ പോലീസ് നിർബന്ധിച്ചു. കല്യാണം നടത്താമെന്ന് വീട്ടുകാരും സമ്മതിച്ചിരുന്നു. എന്നാൽ അലൻ പിന്നീട് പിന്മാറി. തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചിരുന്നതായും യുവതി പറഞ്ഞു. പരാതിക്കാരിയായ യുവതി ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും ഇതും ഒരു അതിജീവിതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനം രാജിവെക്കാനും രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരാളെക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കാനും മുന്നിൽ നിന്ന് സമരത്തെ പ്രതിഷേധത്തെ നയിച്ച ഒരു സഖാവാണ് ഇപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് പലയിടങ്ങളിൽ കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ച് അവരെ ഗർഭിണിയാക്കി ഒടുവിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒളിവിൽ പോയി. ഇപ്പോഴും ഒളിവിലാണ്. ഇപ്പോഴൊന്നും ഒരു പോലീസിനെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കോ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനും ഈ പറയുന്ന സഖാവ് ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തി വളഞ്ഞ് അറസ്റ്റ് ചെയ്യാനൊന്നും തന്നെ യാതൊരു താല്പര്യവുമില്ല എന്ന് തോന്നുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ നേരിട്ട് പോലും ലഭിക്കാത്ത ഒരു പരാതിയെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ എത്തുകയും നട്ടപ്പാതിരാത്രിക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്ത കാഴ്ച കേരളം കണ്ടതാണ്. നീതി എല്ലായിടത്തും ഒരുപോലെയാണ്. എല്ലാ അതിജീവിതകൾക്കും നമുക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ്. അപ്പുറത്ത് നിൽക്കുന്ന പ്രതികൾ ആരും ആയിക്കോട്ടെ, അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഇന്ന പ്രസ്ഥാനത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, പക്ഷെ നീതി വാങ്ങിച്ചു കൊടുക്കണം. ഇവിടെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി എടുത്തു ചാടി വളരെ വേഗത്തിലൊരു തീരുമാനം ഈ ഒരു അതിജീവിതയ്ക്കായിട്ട് എടുക്കാത്തത്? കാരണം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചു വന്നിരിക്കുന്നത്.